നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം ഹരികൃഷ്ണൻ. നേപ്പാളിലുണ്ടായ ദുരന്തം ഒട്ടും പ്രതീക്ഷിക്കാത്തതായിരുന്നു അല്ലേ? നമ്മുടെ ഇന്ത്യക്കാരടക്കം നിരവധി പേരെ, നൂറുകണക്കിന് പേരെ കാണാതായി എന്നാണ് പറയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്നൊക്കെ പോയ കൈലാസത്തിലേക്ക് പോയ തീർത്ഥാടകർ 35 പേരെ അടക്കം കാണാതായിട്ടുണ്ട്. മലയാളികളെയും കാണാതായിട്ടുണ്ടെന്ന് പറയുന്നു. ഇതുവരെ ഒന്നും ഏകോപിപ്പിക്കാൻ പറ്റിയിട്ടില്ല. ഗ്ലേഷ്യർ ലേക്ക് ഔട്ട്ബസ്റ്റ് ഫ്ലഡ് ഗ്ലോഫ്, അതാണ് ഈ ഒരു സംഭവം ഉണ്ടാക്കിയത് എന്ന് പ്രാഥമിക നിഗമനമുണ്ട്. ഭാരതത്തിൽ ബീഹാറും അല്ലേ യു പിയും ഒക്കെ ആകെ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം ഈ ബോധെ കോശി നദി ബീഹാറിലേക്ക് വരുമ്പോഴത് കോശി നദിയായി മാറുകയും അത് ഏത് നിമിഷവും ഒരു ദുരന്തത്തിന് കാരണമാകുകയും ചെയ്യുമെന്ന് ഈ ഒരു ദാരുണ സംഭവം നമ്മെ പഠിപ്പിച്ചു. അതല്ല കാര്യം. നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുണ്ട്, ഹരിയുമായിട്ടും പ്രശാന്തുമായിട്ട് ഇരുന്നപ്പോൾ പറഞ്ഞിട്ട് ചൈനയുടെ ജല ബോംബ് അല്ലേ, നമ്മൾ മറ്റേ ബ്രഹ്മപുത്ര നദിക്ക് കുറുകെ ചൈന അണക്കെട്ട് കെട്ടി ഇന്ത്യയിലേക്കൊരു ജല ബോംബ് ഒരുക്കുന്നു എന്നൊക്കെ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷെ അത് നിർത്തിവെച്ചു എന്ന് പറഞ്ഞു. പക്ഷേ ഇതും ചൈന ഒരുക്കിയ കെണിയാണ് ഇന്ത്യക്ക് അല്ലേ? ഇന്ത്യ ടിബറ്റ് ടിബറ്റ് അടക്കമുള്ള ടിബറ്റും ഇന്ത്യയിലേക്ക് അത് പക്ഷേ ടിബറ്റിനെ ഇത് ടിബറ്റിനെ ബാധിക്കുമെങ്കിലും നമ്മുടെ യു പി അടക്കം ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലേക്ക് ഈ ഒരു ജലബോംബ് വരുമെന്ന് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അല്ലേ? അതുകൊണ്ട് തന്നെയാകണം ഇത്തരമൊരു ഒന്നുകിൽ മനഃപൂർവ്വം ചെയ്തത്, അല്ലെങ്കിൽ അവർ സ്വന്തം സ്ഥലത്ത് ടിബറ്റിൻ്റെ അതിർത്തിയിൽ അവർ ചൈന തങ്ങളുടെ പരമാധികാരം ഉപയോഗിച്ച് അതായത് ഈ താണ നിലത്തെ നീരോട് എന്ന് കേട്ടിട്ടില്ലേ, അതിനെ വരെ ബ്ലോക്ക് ചെയ്ത്, നമ്മൾ പലപ്പോഴത്തും പറയാറുണ്ടല്ലേ, പ്രകൃതിയെ നമ്മൾ അവഗണിച്ചുകൊണ്ട് പ്രകൃതിക്ക് നദികളുടെ ഒഴുക്കിന് ജലത്തിൻ്റെ കുത്തൊഴുക്കിനൊക്കെ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നമ്മൾ എന്തിനു വേറെ നമ്മുടെ ഈ കാട്ടിൽ ആനത്താരകൾ നമ്മൾ അടച്ചു കെട്ടരുതെന്ന് നിയമമുണ്ട് അല്ലേ? വനത്തിനുള്ളിലെ ആനകളുടെ നടവഴി അങ്ങനെ അടച്ചു കെട്ടിയാൽ അവർക്ക് ഒരു സ്ഥലത്ത് മറ്റു സ്ഥലത്ത് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇതുപോലെയാണ് ജലം ഉയർന്ന ഭാഗത്ത്, കൈലാസം ഹിമാലയത്തിൻ്റെ ഉയർന്ന ഭാഗത്തിൽ നിന്നും ഈ നേരത്തെ പറഞ്ഞ തൃശ്ശൂലി അടക്കമുള്ള ഉത്ഭവ സ്ഥാനത്ത് നിന്നും ഒലിച്ച് അതിൻ്റെ താഴേക്ക് പോകണം. അതാണ് ഭൂമിശാസ്ത്രം, അതിൻ്റെ പരിസ്ഥിതി നിയമം അതാണ്. അങ്ങനെ വരുമ്പോൾ അതിന് തടസ്സം സൃഷ്ടിക്കുന്ന എന്തിനേയും നമ്മൾ പ്രളയത്തിൽ കണ്ടാണ്. 2012 പ്രളയത്തിൽ നമ്മൾ കണ്ടാണല്ലോ, നമ്മുടെ ആലുവയും കൊച്ചിയൊക്കെ എങ്ങനെ മുങ്ങിയെന്ന്, ചെങ്ങന്നൂരൊക്കെ എങ്ങനെ മുങ്ങിയെന്ന് അല്ലേ? മലനിരയിൽ നിന്നും വന്ന ആ പ്രളയം, ഇടുക്കിയിൽ നിന്ന ആ പ്രളയജലം അതിൻ്റെ എത്രയോ ഇരട്ടി ഭീകരമാണ്. നമ്മളിതിൻ്റെ ദൃശ്യങ്ങളിലെ കണ്ടു അല്ലേ? അപ്പോൾ ചൈന എല്ലാ പാരിസ്ഥിതിക നിയമങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ചൈന കാണിച്ച ഒരു അതിബുദ്ധിയാണ് ഈ ഒരു അപകടത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത്. ഒരു സംശയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ഈ ഒരു സംഭവം നമ്മൾ കുറേ പഠിക്കേണ്ടതുണ്ടല്ലേ? ഈ കൈലാസത്തിലൊക്കെ പോകുന്നവർക്ക് ഈ പാതകളൊക്കെ സുപരിചിതമാകാം. പല വഴിക്ക് നേപ്പാൾ വഴി പോകാം, ചൈന വഴി പോകാം അല്ലേ, ടിബറ്റ് വഴി കയറാം, പശ്ചിമ ബംഗാൾ വഴി പോകുന്നവരുണ്ട്, ഭൂട്ടാൻ വഴി കയറി കൈലാസത്തിൽ പോകുന്ന പല റൂട്ടിലുണ്ടല്ലോ. ഇതിലൊക്കെ ഈ ഗ്ലേഷ്യർ അല്ലേ, ഗ്ലോഫ്, ഇങ്ങനെ ദുരന്തം ഒളിഞ്ഞിരിപ്പുണ്ട്. എത്ര പേർക്ക് അറിയാമായിരുന്നു? അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടുന്ന് ആരും അങ്ങനെ പോകില്ലായിരുന്നു അല്ലേ? അല്ല, ഗ്ലേഷ്യർ ബേസ്റ്റ് ഉണ്ടാവും എന്നുള്ളത് അവലാൻസേഴ്സ് എന്നാണ് നമ്മൾ ഗ്ലേഷ്യർസ് പൊട്ടി വരുന്ന സംഭവം, ഫ്ലോ ഉണ്ടാവും. പക്ഷേ നമ്മുടെ മനസ്സിൽ നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത്, അല്ലെങ്കിൽ നമ്മൾ കാശ്മീരിലൊക്കെ പോയി കണ്ടിട്ടുള്ളത് ഈ മഞ്ഞുമലയാളം അവിടെ നിന്ന് പൊട്ടി താഴേക്ക് ഇങ്ങനെ വലിയ ഹിമപാതം വരുന്നതായി നമ്മൾ കണ്ടിട്ടുള്ളൂ. പക്ഷേ ഇത്തരത്തിലൊരു ജല ബോംബായിട്ട് വരുന്നത് എനിക്ക് തോന്നുന്നു 2015 വർഷം മുമ്പാണല്ലേ നേപ്പാളിൽ ഇത്തിരി ദുരന്തമുണ്ടൊരു. നേപ്പാൾ ഒരു ഫ്രജൈൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. നമ്മുടെ കേരളം പോലെ തന്നെ, കേരളത്തെക്കാൾ വളരെ ഫ്രജൈൽ ആയിട്ടുള്ള ഒരു റീജിയനാണ് ഈ നേപ്പാൾ എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും ഈ ഒരു ഹിമവാന്റെ മടിത്തട്ടിൽ കിടക്കുന്ന ഒരു രാഷ്ട്രം എന്ന നിലയിൽ ഏത് നിമിഷവും അതിന്. പക്ഷേ ഇന്ത്യ വേണ്ട സഹായങ്ങളെ ചെയ്തിട്ടുണ്ട്. ശരിക്കും നമുക്ക് ചർച്ച ചെയ്യേണ്ടത് ഇതെങ്ങനെ ഉണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് ഇപ്പോഴത്തെ ചില റിപ്പോർട്ടുകൾ വെച്ച് നമുക്ക് വേണമെങ്കിൽ വിശകലനം ചെയ്യാം. തീർച്ചയായും. അല്ല, ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം, ചൈനയുടെ കാര്യം മറക്കരുത്. ഞാൻ പറയുന്ന ചൈനയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചൈന ഇതിനകത്തൊരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമുക്കത് ചൈനയിൽ നിന്ന് തന്നെ തുടങ്ങാം. ചൈനയാണ് ഇതിൻ്റെ കാരണം എന്ന് പറയുന്നത്. അതായത് ഒരു മാനുഷിക മൂല്യവുമില്ലാത്ത ഒരു രാജ്യമാണ് ചൈന. ആരെയും വെട്ടിപ്പിടിക്കും, എവിടെയും എന്തും ചെയ്യും. ഇപ്പോൾ 3 ഗോർജസ് ഡാം എന്നൊക്കെ പറഞ്ഞു, ലോകത്തിൽ തന്നെ വിസ്മയമായിട്ടുള്ള ഡാമുകളുണ്ട്. ഒന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കടൽ പോലെയായി മാറും. 3 ഗോർജസ്, 3 ഗോർജുകളെ കണക്ട് ചെയ്തിട്ടാണ്.
നമ്മൾ ഗോർജിലാണ് ഡാം പണിയാറ്. അതായത് പർവ്വതത്തിൻ്റെ വി കട്ട് ഏരിയയിലാണ് നമ്മൾ ഡാം പണിയാറ്. പർവ്വതം ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പം ഒരു ഏരിയ മാത്രം കെട്ടിയാൽ രണ്ട് മലകൾക്കിടയിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ഡാം. അങ്ങനെ 3 ഗോർജസ് 3 ഗോർജുകളെ കണക്ട് ചെയ്തിട്ടുള്ള ഡാമുണ്ട്. വലിയ ഡാം, അതിഭയാനകമായ ഡാം, നമുക്ക് കണ്ടു നിൽക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഉള്ള ഡാമുകൾ, അങ്ങനെ ചൈന ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തിനെ വലുതായി അതിഭയാനകമായി ബാധിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഈ 3 ഗോർജസ് ഡാമിന് അപ്പുറത്തേക്ക് ചൈന ഇപ്പം ചെയ്തു വെച്ച കാര്യം എന്ന് പറയുന്നത് ത്രിശൂലി നദിയെ വൈറ്റ് വാട്ടർ ബോംബ് എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ കോശിയെ സോർ ഓഫ് ബീഹാർ എന്നറിയപ്പെടും, ബീഹാറിൻ്റെ ദുഃഖം എന്നറിയപ്പെടുന്നു. ആ ദുഃഖം എന്നറിയപ്പെടാൻ കാരണം ഭയങ്കര ഹെവി ലോഡുമായിട്ടായിരിക്കും ഈ കോശി നദി വരുന്നത്. ചെളിയല്ല, ഈ പർവ്വത പ്രദേശത്തെ പാറക്കല്ലുകളും മറ്റു കാര്യങ്ങൾ. അത് കാരണം ഇത്രയധികം ലോഡ് വരുന്ന കാരണം ഇതിൻ്റെ കോഴ്സ് അപ്പോഴപ്പോഴേ ഷിഫ്റ്റ് ചെയ്യും. അപ്പോൾ അത്രയും ഫ്ലഡ്, വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവും. അപ്പോൾ ഇതിൽ ഒരു വലിയ പ്രശ്നം ഈ ഗ്ലേഷ്യസിൻ്റെ പൊട്ടുന്നതാണ്. മഞ്ഞ് പാളി പൊട്ടുന്നത് വലിയൊരു പ്രശ്നമാണ്. ആ മഞ്ഞ് പാളി ഇപ്പോൾ പൊട്ടുന്നതിനൊരു കാരണം എന്ന് പറയുന്നത് ചൈന ഈ ത്രിശൂലി നദിയുടെ കോഴ്സിൽ ഒരു ടൗൺ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ യാത്ര ചെയ്ത് തടസ്സപ്പെടുത്തി മറ്റൊരു ഭാഗത്തേക്ക് വഴി പിരിഞ്ഞ് ഒഴുകാൻ വേണ്ടിയിട്ടുള്ള ഒരു കാരണമായി ചൈന മാറി എന്നുള്ളതാണ്. ആ രീതിയിൽ തൃശ്ശൂലിയിലായാലും കോശിയിലായാലും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാക്കി. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുമ്പോഴേ ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു വലിയ ഭയാനകത നമുക്ക് മനസ്സിലാവുള്ളൂ. 8:37 കഴിഞ്ഞ ദിവസങ്ങളിൽ 8:37 ഈ തരത്തിലുള്ളൊരു ഭൂകമ്പം ഉണ്ടായെന്ന് അമേരിക്ക പറയുന്നത്. അതായത് 4.4 ഒരു ട്രമർ, ഭൂകമ്പമല്ല ട്രമർ നമ്മൾ ഷിവറിങ് എന്നൊക്കെ പറയുന്ന തരത്തിൽ ഒരു ചെറിയ ജസ്റ്റ് ഷിവറിങ്, അതൊരു ഭൂകമ്പം ഉണ്ടാക്കുവാനായിട്ടുള്ള പ്രാപ്തമായ ഒന്നേ അല്ല. 4.4 റിക്ടർ സ്കെയിലിൽ ഒരു ജസ്റ്റ് ഒരു വൈബ്രേഷൻ മാത്രമേ. അതെ ആ ഒരു ചെറിയ വൈബ്രേഷൻ പോലും ഇതിന് താങ്ങാൻ പറ്റാത്തതിൻ്റെ കാരണം എന്ന് പറയുന്നത് അത്രമേൽ ഇതിൻ്റെ കോഴ്സിനെ നമ്മൾ ഷിഫ്റ്റ് ചെയ്തു. അത് ഹെവി പ്രഷർ ഏരിയ ആണ്. തടാകം പോലെ കെട്ടിക്കിടക്കരുത്. അത് ചെറുതായിട്ട് റിലീസ് ചെയ്ത് ഈ ഗ്ലേഷ്യർ പോകുന്ന ആ സ്ഥലത്താണ് ചൈന ടൗൺ പണിത് അല്ലേ. അപ്പോൾ അതിന്റെ സ്വാഭാവികമായുള്ള ആ നീരൊഴുക്ക് തടസ്സപ്പെട്ടു. അപ്പോൾ അത് അവനോടെ കെട്ടിക്കിടന്നു. തടാകം പോലെ ഒരു ബോംബ്, ജലബോംബായി മാറി. അതെ, അപ്പോൾ അത് പൊട്ടി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രശ്നം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നദിക്ക് അപാരമായ ശക്തിയുള്ളൊരു മേഖലയാണ് ഹിമാലയ മേഖല എന്ന് പറയുന്നത്. അതായത് ഹിമാലയം ഉണ്ടായതിന് മുന്നേ ഉള്ള നദികളാണ് പലതും. ഇപ്പം ഗംഗയൊക്കെ ഹിമാലയം ഉണ്ടായതിന് മുമ്പേ ഉള്ള നദിയാണ്. ഗംഗ ഹിമാലയത്തെ പൊളിച്ചിട്ടാണ് നമുക്ക് ഭാരതത്തിലേക്കൊക്കെ വരുന്നത്. അപ്പോൾ നമ്മൾ ഈ ആകാശഗംഗയെ ഭൂമിയിലേക്ക് എത്തിയെന്നൊക്കെ പറഞ്ഞ് പുരാണങ്ങൾ പറയില്ലേ. അപ്പോൾ ഈ രീതിയിൽ ഒരു വോൾണറബിൾ ഫ്രജൈലായിട്ടുള്ള സോൺ കണ്ടെത്തിയിട്ട് അതിനെ തുരങ്കം വച്ചിട്ടാണ് ഗംഗ ഉൾപ്പെടെയുള്ള നദികൾ പുറത്തേക്ക് ഒഴുകിയിട്ടുള്ളത്. അപ്പം ഇത് ഈ റിവറിന് ഇതിൻ്റെ ഹിമാലയത്തിൻ്റെ ഒരു ചരിത്രം എന്ന് പറയുന്നത് വളരെ വൾണറബിൾ ആയിട്ടുള്ള റീജിയനാണ് ഹിമാലയം. 40 മുതൽ 50 മില്യൺ വർഷത്തിൻ്റെ പഴക്കമേ ഉള്ളൂ. നമ്മുടെ അരവല്ലിയുടെയോ ഒന്നും പഴക്കമില്ല. നമ്മുടെ സതേൺ സോൺ, നമ്മുടെ സൗത്ത് ഏരിയ എന്ന് പറയുന്നത് വളരെ ശക്തിയുള്ള ഒരു ഏരിയയാണ്. പക്ഷേ യങ്ങസ്റ്റ് ആയിട്ടുള്ള ഫോൾഡ് മൗണ്ടനായ ഹിമാലയത്തിന് അത്രമാത്രം വലിയ ശക്തിയൊന്നുമില്ല. അത് മാത്രമല്ല, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഏഷ്യ യൂറോപ്പ് ബെൽറ്റ്, ഈ നമ്മുടെ നിൽക്കുന്നത് തന്നെ ഒരു എന്താ പറയുക, ഒരു വളരെ വൾണറബിളായിട്ട് റീജിയൻ. ഇതിനകത്തേക്ക് ഈ പ്ലേറ്റ് കയറി പോകും. നമ്മളെ ഇന്ത്യൻ ബെൽറ്റ്, യൂറോപ്യൻ ബെൽറ്റ് ഇതിനകത്തേക്ക്, ഇന്ത്യൻ ബെൽറ്റ് ഇതിനകത്തേക്ക് കയറിപ്പോവും. അപ്പോൾ ഈ ഉള്ളിലേക്ക് കയറിപ്പോവും. ഏഷ്യൻ ബെൽറ്റിൻ്റെ ഉള്ളിലേക്ക് ഈ സംഭവം പാളി കയറിപ്പോവും. അതായത് നമ്മുടെ എന്താ പറയുക, ലാൻഡും ഓഷ്യാനിക് ബെൽറ്റും ലാൻഡിൻ്റെ ഇതും. അപ്പോൾ കോണ്ടിനെൻ്റലും അതോടൊപ്പം തന്നെ ഓഷ്യാനിക്. അപ്പോൾ കോണ്ടിനെൻ്റ് ഈ ഭാഗത്തേക്ക് വരുന്നത് 2 കോണ്ടിനെൻറ്റുകളാണ് ഒരുമിച്ച് ചേർന്ന ഭാഗമാണ് ഈ പറയുന്ന നമ്മുടെ നേപ്പാളിൻ്റെയും അതോടൊപ്പം തന്നെ ചൈനയുടെയൊക്കെ ഭാഗം വരുന്ന ഈ പ്രദേശം. അപ്പോൾ ഈ ബെൽറ്റ് എന്ന് പറഞ്ഞാൽ ഇന്ത്യ പുറത്തുനിന്ന് വന്ന അതായത് ഇന്ത്യയുടെ യഥാർത്ഥ സ്ഥാനം ഇവിടെയല്ല. ഇന്ത്യ ഓസ്ട്രേലിയക്ക് അടുത്തുനിന്ന് ഒഴുകി വന്നതാണ്. ഓസ്ട്രേലിയക്ക് അടുത്തുനിന്ന് ഒഴുകി വന്ന ഇതിനിടയിൽ വരുന്ന തെത്തീസി എന്ന് പറയുന്ന ഭാഗത്തെ അപാരമായ രീതിയിൽ പുഷ് ചെയ്യും. ഈ പുഷ് ചെയ്തതിൽ നിന്നാണ് ഹിമാലയം ഉണ്ടാകുന്നത്. അപ്പോൾ ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കോണ്ടിനെൻ്റൽ ബെൽറ്റ് ഇതിനകത്തേക്ക് കയറിപ്പോവും. അടുത്ത സോണിലേക്ക്, അടുത്ത കോണ്ടിനെൻ്റിൻ്റെ ഇടയിലേക്ക് കയറിപ്പോവും. അത് കാരണം ഒരു വൾണറബിൾ റീജിയനാണ് അവിടെ ഉണ്ടാകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഭൂകമ്പം ഉണ്ടാകും. ഈ ഭൂകമ്പം ഉണ്ടാകുന്നതിനെ കൂടുതൽ ആംപ്ലിഫൈ ചെയ്യും ചൈനയുടെ ഈ പ്രവർത്തികളെല്ലാം തന്നെ. ചൈന നടത്തുന്ന ഈ വലിയ രീതിയിലുള്ള ഒന്നും പരിഗണിക്കാത്ത രീതിയിലുള്ള വികസന പ്രവർത്തനങ്ങൾ കാരണം അത്
ആണ് ഇവിടെ ഉണ്ടായൊരു കാര്യം. അതായത് 4.4 മാത്രം റിക്ടർ സ്കെയിൽ രേഖപ്പെടുത്തിയൊരു ഭൂകമ്പം വലിയൊരു ജലബോംബായി മാറുന്നതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ചൈനയാണ്. ചൈനയുടെ ഈ രീതി കാരണം ഒരു രാജ്യം തന്നെ കഷ്ടത്തിലായെന്നാണ്. ഏകദേശം 105 പേരെന്നതിന് ഉടനടി കാണാതായി. എത്ര പേര് മരണപ്പെട്ടിട്ടുണ്ടെന്ന് അറിയില്ല. ഇനിയും കണക്കുകൾ പുറത്തു വരേണ്ടി. ആ ദൃശ്യങ്ങൾ ഭയാനകമായ ദൃശ്യങ്ങളാണ്. ഡാം പൊട്ടി വരുന്ന രീതിയിലാണ് കെട്ടിടങ്ങളുടെയൊക്കെ മേളിൽ കൂടി. അതെ, നമ്മൾ ഈ സുനാമി വരുന്നത് പോലെ അതേപോലെ അപ്രതീക്ഷിതമായൊരു സ്ഫോടനാത്മക ഉയരത്തിൽ നിന്നും വന്ന് ഇതിനെ മൊത്തത്തിൽ എടുത്തുകൊണ്ടങ്ങ് പോകുന്നൊരു ആൾക്കാർ രക്ഷപ്പെട്ടു കാണില്ല. ആ ഓടുന്നവരൊക്കെ എവിടെ രക്ഷപ്പെടാനാണ്? ഇത്രയും വലിയൊരു ജലബോംബ് വന്ന് അടിക്കുമ്പോൾ ഒരാൾക്കും രക്ഷപ്പെടാൻ. അങ്ങനെ ചൈന നിർമ്മിച്ച ആ ടൗൺ കാരണമാണ് അവിടെ നമ്മുടെ ഈ അങ്ങ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഗ്ലേഷ്യർ പൊട്ടാൻ കാരണം, ആ ലേക്ക് ഗ്ലേഷ്യർ ഔട്ട് ബേസ്റ്റ് ചെയ്യാൻ കാരണം, പൊട്ടാൻ കാരണം അവിടെ ഇതിൻ്റെ കോഴ്സിനെ തടസ്സപ്പെടുത്തുകയും ആ കോഴ്സ് തടസ്സപ്പെട്ടത് കാരണം എക്സ്ട്രാ പ്രഷർ രൂപപ്പെടുകയും ആ പ്രഷർ പൊട്ടി ഈ മഞ്ഞ് പാളി അടർന്ന് വീണ് അതിൽ നിന്ന് വന്ന ഭയാനകമായ രീതിയിലുള്ള വാട്ടർ ഫ്ലോ. ആ വാട്ടർ ഫ്ലോയാണ് നേപ്പാളിനെ ഒലിപ്പിച്ച് കളഞ്ഞത്. ചൈന ഇത് ചെയ്യുന്ന കാര്യം തടസ്സപ്പെടുത്തിയിട്ടില്ലെങ്കിൽ, ചൈന ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നത് തടസ്സപ്പെടുത്തിയില്ലെങ്കിൽ അത് നേരത്തെ അങ്ങ് തന്നെ ആമുഖത്തിൽ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക്, പ്രത്യേകിച്ചും നമ്മുടെ വടക്ക് കിഴക്കൻ മേഖലയിലെ സംസ്ഥാനങ്ങൾക്ക് അത് വലിയ ദുരന്തം തന്നെ ആയി മാറും. ചൈനയുടെ ഈ ആർത്തി, അത്യാഗ്രഹം. ചൈന എന്ന് പറയുന്നത് ലോകത്തിലെ പല രാജ്യങ്ങളെയും ഈ എന്താ പറയുക സാമ്രാജ്യത്വ അധിനിവേശ വെറിയോടുകൂടി സമീപിക്കണം. നമുക്ക് എത്ര ലാൻഡ് കിട്ടും അങ്ങനെ പിടിച്ചടക്കിയതാണ് ടിബറ്റ്. ഇപ്പോഴാണ് ടിബറ്റ് പോയതിൻ്റെ ദുഃഖം നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടുന്ന് നമ്മൾ അക്സായി ചിൻ പിടിച്ചപ്പോൾ നെഹ്റു പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുന്നുണ്ടാവുമല്ലോ. അതായത് ഈ നമ്മുടെ പുല്ല് പോലും കിളിർക്കാത്ത ഭൂമിയാണ് എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് നെഹ്റു പറഞ്ഞു, ഓർക്കുന്നുണ്ടാവും. ആ കാര്യം ഇപ്പോൾ നെഹ്റു ജീവിച്ചിരിക്കുന്നെങ്കിൽ ഇപ്പോൾ അത് പറയില്ല. കാരണം ഇപ്പോഴവരവിടെ ചെയ്യുന്ന ഭയാനകമായ കാര്യങ്ങളുണ്ട്, നിരവധി കാര്യങ്ങൾ. ടിബറ്റ് ചൈനയുടെ കീഴിലേക്ക് വന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ പ്രശ്നം നമ്മളിപ്പോൾ ബാധിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ കൊണ്ടാണ്. അതായത് ചൈന അവിടെ നിർമ്മിക്കുന്ന സാധനങ്ങളെല്ലാം കൊണ്ട് തന്നെ ടിബറ്റിൽ ഉണ്ടാക്കുന്ന ഈ പ്രശ്നങ്ങൾ നമ്മെ വളരെ വലിയ രീതിയിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്. ഇതിൻ്റെ ആ ജോഗ്രഫി നമ്മൾ മനസ്സിലാക്കിയാൽ മാത്രമാണ് ഇതിൻ്റെ ഭീകരത നമുക്കറിയുന്നത്. കാരണം ടിബറ്റ് ഒരു എലിവേറ്റഡ് ആയിട്ടുള്ള ഒരു പീഠഭൂമിയാണ്. ആ പീഠഭൂമിയിൽ നിന്ന് നമ്മൾ ഇവിടേക്ക് പോകുന്ന, അതായത് ഇന്ത്യയിലേക്ക് പോകുമ്പോൾ ആ വളരെ വലിയ സ്ലോപ്പാണ് ഇന്ത്യയിലേക്ക്. ആ സ്ലോപ്പ് മൊത്തം കട്ട് ചെയ്ത് അവിടെ നിന്ന് ഒഴുകി വരുന്ന ആ റിവർ സ്ഫോടനാത്മകമായിട്ട് ഇത്തരം ഈ ഗ്ലേഷ്യർ പൊട്ടലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അടിച്ച് കറക്കിഞ്ഞ് വരും. ഇതിപ്പോൾ നേപ്പാളിലെത്തുന്നുള്ളൂ, ഇന്ത്യക്കും ഇത് ബാധിക്കാം. നമ്മൾ അരുണാചൽ പ്രദേശിലോ മറ്റേതെങ്കിലും മേഖലകളിലേക്ക് ഇത് ബാധിക്കാനിടയുണ്ട്. നമ്മൾ ഈ കശ്മീർ വഴി, കാർഗിൽ വഴി, ലഡാക്കിലേക്കൊക്കെ പോകുന്ന ആ റൂട്ടുണ്ടല്ലോ, അതുവഴി പോയവർക്കൊക്കെ ഈ ഭൂമിശാസ്ത്രം മനസ്സിലാവും. അതെ, കാരണം 1-2 പർവ്വതങ്ങളോ ആണ്. ഹിമാലയം എന്ന് നമ്മൾ ഒരു ഒറ്റ പർവ്വതമാണ്, അതിവർ കാണുന്നത്. അതിന് പിന്നിലൊന്ന് ഇതെല്ലാം ചെറിയ കുഞ്ഞു പർവ്വതങ്ങൾ. താഴെ നോക്കുമ്പോൾ ഭീമാകരമായ ഒരു ലെയർ ആണെന്ന്. ഈ നമ്മൾ ഒരു ലെയർ ആയിട്ടല്ല ഈ നമ്മളെ ഈ കോണ്ടിനെന്റൽ പ്ലസ് കോണ്ടിനെന്റൽ പ്ലേറ്റൂസ്, 2 പ്ലേറ്റൂസ് വന്ന് ഇടിച്ചത് ഒന്നായിട്ട്. അതെ, ഇത് ഇടിച്ചതിന് ശേഷം വീണ്ടും അത് ഓരോരോ ലെയർ ഉണ്ടായിരുന്നു. മുമ്പ് അവിടെ ഇതിൻ്റെ ഒരു ജോഗ്രഫിക്കൽ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നമുക്ക് പറയാനുണ്ട്. കാരണം കാറക്കോറം റീജിയൻ കറുത്ത മേഖലയാണെന്ന് പറഞ്ഞത്. ഈ കറുത്ത മേഖല എന്ന് പറഞ്ഞാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു അഗ്നിപർവ്വതം പൊട്ടിയിട്ടുണ്ടായ ഒരു പർവ്വതമാണ്. അതുകൊണ്ടാണ് അത് കറുത്തിരിക്കുന്നത്. അതൊരു അഗ്നിപർവ്വതമാണ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ലെയർ വീണ്ടും ഇടി വരും. അങ്ങനെ ഏറ്റവും ഒടുവിലത്തെ ലെയറിലുള്ള ഇടി കാരണമാണ് ഈ പറയുന്ന ഹിമാലയൻ റീജിയൻ ഉണ്ടാകുന്നത്. ഹിമാലയൻ്റെ മെയിൻ പ്ലാറ്റു. അത് ഹിമാലയത്തിൻ്റെ ഏറ്റവും മുകളിൽ തന്നെ മീനിൻ്റെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടുണ്ട്. തെത്തിസിയാണ്, കടലാണ്. കടലിനകത്തുള്ള ഇത് ഇടിച്ചിങ്ങനെ മേലൊക്കെ ഫോൾഡഡ് റീജിയൻ, നടുക്കുള്ള പ്രദേശത്തിന് വേറെ പോകാൻ വഴിയില്ലാത്തതുകൊണ്ട് ഇടിച്ച് മുകളിൽ കയറും. അത് നമുക്ക് വർഷങ്ങളെടുത്തുള്ളൊരു ഫിനോമിനയാണ്. വർഷങ്ങളെടുത്തുള്ള, അതായത് ഇത് നമ്മുടെ ഗംഗ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, ഗംഗയുടെ ഈ ബീഹാർ ഭാഗത്തുള്ള ഒഴുക്ക് അതുവഴി വരാനുള്ള ഉൾപ്പെടെയുള്ള കാരണങ്ങളിൽ ഇത് പെടും. അതോടൊപ്പം തന്നെ നമ്മുടെ
നമ്മുടെ ഈ കേരളത്തിൻ്റെ ഭാഗമുണ്ടല്ലോ, കേരളത്തിൻ്റെ പശ്ചിമഘട്ട പ്രദേശം, ആ പശ്ചിമഘട്ട പ്രദേശം നമ്മുടെ ഈ സതേൺ പോർഷൻ അവിടേക്ക് ഉണ്ടാകുന്ന ടിൽറ്റ് പോലും ഈ ഹിമാലയത്തിലുണ്ടായ പ്രശ്നങ്ങൾ കാരണം ആ സമയത്ത് ഉണ്ടായത് കാരണമുള്ള വിഷയങ്ങളുണ്ട്. നമ്മൾ ജോഗ്രഫിയുടെ പൂർണ്ണമായി ഇതിനകത്ത് പറഞ്ഞു പോകണ്ട, അപ്പോൾ അത് പറഞ്ഞു പോയ ആൾക്കാർക്ക് അതൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ജോഗ്രഫിക്കൽ ഹിസ്റ്ററി അവിടെയുണ്ട്. അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ നമുക്ക് അവിടെ വികസന പ്രവർത്തനം ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടാവും. നമ്മൾ പശ്ചിമഘട്ടത്തേക്കാൾ വളരെ ദുർബലമായ ലാൻഡ് ഏരിയയാണത്. പശ്ചിമഘട്ടത്തേക്കാൾ വലുതാണ്, പശ്ചിമഘട്ടത്തേക്കാൾ വലിയ. ഇവിടെ ഇത്ര പൊളിറ്റിക്കലി രാഷ്ട്രീയപരമായിട്ടൊക്കെ വളരെ വലിയ വിഷയമായിരുന്നു ഗാഡ്ഗിലിന്റെ ആ ഒരു ഒപ്പീനിയനൊക്കെ അല്ലേ. പശ്ചിമഘട്ടം അതിന്റെ ഫ്രജൈൽ പരിസ്ഥിതി ദുർബല പ്രദേശമാണെന്നൊക്കെ കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ താമസിക്കുന്നവർ ഒരുപാട് എതിർക്കും. പക്ഷെ നമ്മൾ കണ്ടതാണല്ലേ വയനാട്ടിലൊക്കെ ഉണ്ടായ ദുരന്തം, നമുക്ക് മേപ്പാടിയിലേക്ക് ഉണ്ടായ ദുരന്തം കാണുമ്പോൾ മനസ്സിലാവും. കാരണം ഏത് വഴിയും ഇത് ഒഴുകി വരാം. ഇപ്പോഴും നമ്മൾ കണ്ടില്ലേ, ഇപ്പോഴും നമ്മൾ കണ്ടല്ലോ വയനാട്ടിൽ ഒരു നിർമ്മാണത്തിലിരുന്ന ഇരട്ടത്തുരങ്കം പൊട്ടി താഴെ വന്നത്. അത് ആ ജലം പോലും അങ്ങോട്ടേക്ക് വരുമെന്ന് ആ നാട്ടുകാരോ അവിടെയുള്ളവരോ ഭരണകൂടം ഒന്നും പ്രതീക്ഷിച്ചില്ല. ഇതിനെക്കാളും എത്രയോ മടങ്ങ് ഭയാനകമാകും ഈ വാട്ടർ ബോംബ് എന്ന് പറയുന്നത് മേലെ കെട്ടിക്കിടക്കുന്നത്. അപ്പോൾ ചൈനയ്ക്ക് ഇതെല്ലാം അറിയാം. പക്ഷേ അത് അങ്ങോട്ട് ചൈനയിലേക്ക് ഇത് വരരുത്, അതായിരിക്കും അവൻ്റെ ലക്ഷ്യം. ഇത് ചൈനയിലേക്ക് വരരുത്. ടിബറ്റ് അവർക്ക് ആവശ്യമില്ല. ടിബറ്റിന് അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാമധേനുവായിട്ടാണ് ഉപയോഗിക്കുന്നത്. അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗിനിപ്പന്നിയായിട്ടാണ്. ഗിനിപ്പന്നി ഒരു അഴുക്ക് ചാല് പോലെയാണ് അവന്റെ ഈ വെള്ളം പോകാനുള്ള ഒരു ഇങ്ങനെ ഒരു ടൗൺ നിർമ്മിച്ച് അതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ നടത്തുക. ഈ ഫിനാൻഷ്യൽ എക്സ്പ്ലോയിറ്റേഷൻ്റെ, സാമ്പത്തികമായ ചൂഷണത്തിൻ്റെ, അതിൻ്റെ ദുരന്ത ഫലം അനുഭവിക്കുന്നത് ലോകമാണ്. ഇപ്പോൾ നമുക്ക് കൊറോണയുടെ കാര്യം, അന്ന് ആ സമയത്ത് അവിടുത്തെ ആ മാർക്കറ്റിലെ വൃത്തിഹീനമായ സാഹചര്യം, അവിടെ നിന്നാണ് പിന്നീട് ആ സമയത്തെ കൊറോണ ഒറിജിൻ ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതിലാണ് പിന്നീട് ജനതക വകഭേദങ്ങൾ ഉണ്ടായി പല രീതിയിൽ അത് ബാധിക്കുന്നത്. വുഹാനിലെ ഗുഹകളിൽ നടത്തി പിന്നീട് നമ്മുടെ നാഷണൽ ജോഗ്രഫിക് ചാനലിലൊക്കെ വാർത്ത വന്നതായിട്ട് ദൃശ്യങ്ങൾ സഹിതം ചൈന ചില വവ്വാലുകളിൽ ഇത് പരീക്ഷിച്ചു, ഈ വൈറസ് പരീക്ഷിച്ചു നോക്കിയതാണെന്നും ഒക്കെ വളരെ വ്യക്തമായ പഠനങ്ങൾ, റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ചൈന പല രീതിയിൽ ഈ ലോകത്തെ നശിപ്പിക്കുക. എനിക്ക് തോന്നുന്നു, കാരണം ഈ ഒരുപാട് വയസ്സരുള്ള, ഞാൻ ശരിക്കും അമേരിക്കയുടെ പഴയ കിഴവന്മാരുള്ള നാടാണ് ഇപ്പോൾ ചൈന. അതായത് ഏജ്ഡ് വയോധികന്മാരെന്ന് നമുക്ക് പറയാം, വയോധിക. പക്ഷെ അവർക്കൊക്കെ ഒന്ന് ഉപദേശിച്ചു. കാരണം നമ്മൾ പറയില്ലേ, മൂത്തവർക്ക് ആദ്യം കൈക്കും. അവരാരും തന്നെ ഇത് ഉപയോഗിക്കാൻ തയ്യാറാവില്ല. കാരണം അവരിതിൻ്റെ നടുക്കഷ്ണം തിന്ന് വളർന്നവരാണ്. അവർക്കറിയില്ല, അല്ലെങ്കിൽ അവരതിനെക്കുറിച്ച് ഗവനിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. നമ്മൾക്ക് കാലാവസ്ഥ ഉച്ചകോടിയും മറ്റു കാര്യങ്ങളും ഒക്കെ നടക്കുമ്പോൾ ഭാരതമാണ് അതിൻ്റെ ഏറ്റവും മുൻനിരയിൽ നിന്ന് അതിനു വേണ്ടി വാദിക്കുന്നത്. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഭാഗമാണ് പ്രകൃതി അമ്മയാണ്. ചൈനയ്ക്ക് ഇപ്പം നല്ലൊരു താക്കീത് കൊടുക്കാൻ പറ്റിയ സമയമാണ്. നമ്മുടെ ചൈനയെ വളരെ കൃത്യമായി മാർക്ക് ചെയ്ത് ചൈന ചെയ്യുന്ന, അതായത് നമ്മളിപ്പോൾ ഇറാനെയൊക്കെ നിരീക്ഷിക്കുന്നുണ്ട്, യഥാർത്ഥത്തിൽ ഏറ്റവും അധികം നിരീക്ഷിക്കേണ്ടത് ചൈന എന്ന ക്യാൻസറിനെയാണ്. ചൈന ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ലോകത്തിൽ വലിയ ദുരന്തങ്ങൾ സൃഷ്ടിക്കുവാൻ കാരണമാകുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ ജലബോംബ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. നമ്മുടെ അജിത് ഡോവൽ, ദേശീയ ഉപദേഷ്ടാവ് അജിത് ഡോവൽ ചൈനയിലുണ്ട്. ചൈനീസ് വിദേശകാര്യമന്ത്രിയുമായിട്ട് അദ്ദേഹം ഒരു ലെവൽ ചർച്ചയൊക്കെ നടത്തി. അപ്പോൾ അദ്ദേഹത്തിന് വ്യക്തമായിട്ട് ചൈനയ്ക്കൊരു ഉപദേശം കൊടുക്കാൻ പറ്റിയൊരു സമയം കൂടിയാണിത്. അതിൻ്റെ ഡിപ്ലോമാറ്റിക് കണ്ടീഷൻസ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ ഹരി പറഞ്ഞതുപോലെ ചൈന എന്നും ഒരു വങ്കൻ കുരങ്ങൻ്റെ സ്വഭാവമാണ്. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചുടുചോറ് വാരിക്കുക എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ, പറയാറുണ്ട്, ഫ്രേസ് പറയാറുണ്ട്. ചൈന ചെയ്യുന്നത് ഇത് തന്നെയാണ്. എന്തൊക്കെ ചെയ്ത് കൂട്ടും നമുക്കറിയാൻ പറ്റില്ല. അവൻ ആരൊക്കെ എന്തൊക്കെ അവൻ്റെ സയൻറ്റിഫിക്, അവൻ്റെ ശാസ്ത്രീയ പരീക്ഷണങ്ങൾ, അവൻ്റെ ബയോളജിക്കൽ പരീക്ഷണങ്ങൾ, ഇതിനുവേണ്ടി അവൻ ലോകത്തെ മൊത്തം വേദിയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ടിബറ്റിലൊക്കെ അവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടിയിട്ടുണ്ടെന്ന് ഇനി നമുക്ക് അതിലൊന്നാണ് ഇപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് വന്ന ഈ ദുരന്തം. അത് ബീഹാറിൻ്റെ കണ്ണുനീർ എന്നൊക്കെ പറയുമ്പോൾ, കോശി നദി ബീഹാറിൻ്റെ കണ്ണുനീർ എന്നൊക്കെ പറഞ്ഞ അക്ഷരാർത്ഥത്തിൽ അത് നമുക്ക് പ്രാർത്ഥിക്കാം. അത് ആ ഒരു വെള്ളപ്പൊക്കം ഇങ്ങോട്ട് എത്തിയില്ലല്ലോ, പക്ഷേ ഏത് നിമിഷവും വരാം. അല്ല, ഇത് നമ്മുടെ അതിർത്തി മേഖലകളിലേക്കും നമ്മുടെ പ്രദേശങ്ങളിലേക്കും ഒക്കെ അവർക്ക് ഇതേ രീതിയിലുള്ള വികസന പ്രവർത്തനം നമ്മളെ ബാധിക്കുന്ന തരത്തിൽ, ഇപ്പോൾ ബ്രഹ്മപുത്രയുടെ കാര്യമെടുത്തതുപോലെ ആ മേഖലയിലൊക്കെ ഇത് പറഞ്ഞില്ലേ, വളരെ ദുർബലമായിട്ടുള്ള പ്രദേശങ്ങളാണ്. ആ പ്രദേശങ്ങളിൽ അനാവശ്യമായ ഇടപെടൽ നടത്തിയാൽ, അതായത് ആ മണ്ണിനെ സ്വാധീനിക്കുന്ന തരത്തിൽ അവിടുത്തെ പ്രകൃതിക്ക് ഇളക്കം തട്ടുന്ന രീതിയിൽ അവിടെ വികസന പ്രവർത്തനങ്ങളോ എന്ത് ടൗൺ നിർമ്മാണമോ എന്ത് തന്നെ ചെയ്താലും അത് അതിക്രൂരമായ രീതിയിൽ നമ്മെ ബാധിക്കും. ഇത് പൊട്ടിപ്പൊളിഞ്ഞു പോകുന്നത്, അടിമുടി ഉറച്ചിഞ്ഞെത്തും.
നമ്മൾ നിമിഷ നേരം കൊണ്ട് ഇത് ഒരു പ്രദേശത്തെ മുഴുവൻ ഒരു മരുഭൂമിയാക്കി മാറ്റാനുള്ള ശേഷിയുണ്ട് ഹിമാലയത്തിന്. കാരണം ഹിമാലയം എന്ന് പറഞ്ഞാൽ അത്രമാത്രയ്ക്ക് മൾട്ടി ഡൈവേഴ്സ് ആയിട്ടുള്ള റീജിയനാണ്. നമ്മൾ ഹിമാലയത്തിൻ്റെ പരിസ്ഥിതിയൊക്കെ നിരീക്ഷിച്ച് കഴിയുമ്പോഴത്തേക്കും ഓരോ സ്റ്റെപ്പും ഓരോ രാജ്യം പോലെയാണ്. ഇത് നമ്മളെ അറിയപ്പെടുന്നതിന് ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റ് എന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ അറിയപ്പെടുന്നത്. ഇന്ത്യ എന്നതൊരു ഉപഭൂഖണ്ഡമാണ്. അപ്പോൾ പല രീതിയിലുള്ള കാര്യങ്ങൾ, പല രീതിയിലുള്ള ഭൂപ്രകൃതികൾ ഈ ഹിമാലയത്തിനകത്ത് തന്നെയുണ്ട്. അപ്പം ഇതിനെ എല്ലാത്തിനെയും തകർത്തെറിഞ്ഞുകൊണ്ട് മനുഷ്യരെ മൊത്തം ഒരു ശവപ്പറമ്പാക്കുന്ന നീക്കം ചൈനയുടെ ഭാഗത്ത് ഉണ്ടാകുന്നുണ്ട്. ചൈനയുടെ ഓരോ നീക്കങ്ങളും, ചൈന ചിരിച്ചുകൊണ്ട് വന്നാൽ പോലും നമ്മൾ ഒന്ന് സൂക്ഷിക്കണം. അവൻ്റെ ചിരിയിൽ തന്നെ എന്തോ ഒരു ക്രൂരത അല്ലെങ്കിൽ ഒരു ചതി ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. കാരണം നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഇന്ത്യ ചൈന ഭായ് ഭായ് എന്നൊക്കെ നമ്മൾ കോൺഗ്രസ്സുകാർ ഉറച്ചു വിളിച്ച് ഇപ്പോഴും പറയുന്നവരുണ്ട്. പക്ഷേ ഭായ് അല്ല, ശത്രു തന്നെയാണ്. കാരണം ചൈന ഉണ്ടാക്കി വയ്ക്കുന്ന ഓരോന്നും പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പരോക്ഷത്തിൽ നമ്മെ ബാധിക്കുന്നു, ഭാരതത്തെ ബാധിക്കുന്നു. നമ്മുടെ പാവപ്പെട്ട, നമ്മുടെ ഒന്നും അറിയാത്ത നമ്മുടെ ജനങ്ങളെ ഇപ്പോൾ തന്നെ 600ഓളം വിദേശീയർ, അതിൽ നിരവധി ഇന്ത്യക്കാർ, ഇവരൊക്കെ കൈലാസവും നേപ്പാളും ഒക്കെ സന്ദർശിക്കാൻ അവധിക്കാലത്ത് ചെന്ന നമ്മുടെ നാട്ടുകാരൊക്കെ പെട്ടുപോയിട്ടുണ്ട്. ആര് പെട്ടുപോയാലും മനുഷ്യർ നമ്മെ വേർപെട്ടു പോകുന്നത് ദുഃഖകരമായ കാര്യം തന്നെയാണ്. പക്ഷേ ഇത് മനുഷ്യനിർമ്മിതമായ ഈ ഒരു അപകടം, ഇതൊരു മനുഷ്യനിർമ്മിതമായ ചൈന ഉണ്ടാക്കി വെച്ചൊരു അപകടമാണെന്ന് പറയുന്നതിൽ യാതൊരു സംശയവും വേണ്ട. ഇനിയെങ്കിലും ചൈനയെ ഒന്ന് വാൺ ചെയ്യാൻ ഏതെങ്കിലും ലോകശക്തി ഉയർന്നു വരും എന്ന് തന്നെയാണ് നമ്മുടെ പ്രതീക്ഷ.